ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്, നമ്മുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഫസീറിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. ഫസീറിൻ്റെ ഷോപ്പിന് മുമ്പിൽ മാസ്ക് ഉരിയടാ. നീ ഓനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ലഡാക്ക് അടിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം കണ്ണൂരത്തെ ഫസീർ. അപ്പോൾ അവൻ്റെ ഷോപ്പിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഷോപ്പിൻ്റെ കഥകളും പിന്നെ ഷോപ്പ് കണ്ടോ നല്ല ഭയങ്കര സെറ്റപ്പിലാണ്. അപ്പോൾ അതിൻ്റെ കഥകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഹിമാലയന് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നടത്തണമെന്നുള്ളത്. അത് ഇതേവരെ ചെയ്തിട്ടില്ല. അതിപ്പം നമ്മുടെ ഫസീറിൻ്റെ ഷോപ്പിൽ നിന്ന് ചെയ്യാൻ പോകുന്നത് ആ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഷോപ്പിനെ പറ്റിയിട്ടും ഫസീറെ ഇവിടെ ഷോപ്പിനെ പറ്റിയിട്ടും ഫസീറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ നല്ല കിടിലൊരു ഗീവ് ഇടുന്നുണ്ട് അല്ലേടാ, വെടിക്കെട്ട് ഗീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഒരു ഹെൽമെറ്റ് അല്ലേ. ഫസ്റ്റ് പ്രൈസ് ഒരു ഹെൽമെറ്റ്, സെക്കൻഡ് പ്രൈസ് ഒരു ഗ്ലൗ, തേർഡ് പ്രൈസ് 3 പേർക്ക് ക്യാപ്പ് അതുപോലത്തുള്ള സംഭവങ്ങളെ അല്ലേ കീ ചെയിൻ. അപ്പം 3, 2, 5 അല്ലേ, 5 പേർക്കുള്ള പൊളി ഗീവ് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഈ കട ഷോപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും പിന്നെ ഇവനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്തിട്ട് ലഡാക്കിലേക്ക് പോയിട്ട് 19ാമത്തെ വയസ്സിൽ താണ്ട് ഇതുപോലൊരു ഷോപ്പിന്റെ ഉടമയാവണമെങ്കിൽ റേഞ്ച് വേണം. അതുകൂടാതെ എത്ര ഷോപ്പ് കൂടെ തുറക്കുന്നുണ്ടോ? അപ്പുറത്തൊരു 2 ഷോപ്പും കൂടെ. അതൊക്കെ എന്താണെന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നമുക്ക് നമ്മുടെ വണ്ടി നമ്മൾ സെറ്റപ്പ് ആക്കി എന്താ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം നീ എന്താണ് നമ്മുടെ കോംബോ ഇതില്ലേ, പാക്കില്ലേ, കോംബോ പാക്ക് നമ്മളിപ്പോ ചെയ്യുന്ന ഹിമാലയ കോംബോ കിറ്റ് ആണ്. ഹിമാലയന്റെ കോംബോ കിറ്റ്. അതിനകത്ത് ഹെഡ്ലൈറ്റിന്റെ ഗ്രില്ല് വരും, ഹെഡ്ലൈറ്റിന്റെ ഗ്രില്ല്, റേഡിയേറ്റർ ഗ്രില്ല്, ബാക്ക് ഇത് നമ്മുടെ മറ്റേ പിന്നെ ഓയിലിന്റെ സബ് ക്യാപ്പ്, ഓയിൽ പമ്പിങ്ങിന് ക്യാപ്പ് വരും. പിന്നെ ഇത് സൈഡ് സ്റ്റാൻഡ് കുറച്ചും കൂടി ചളിയിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി. ഈ കിറ്റ് എന്തിനാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മള് സേഫ്റ്റി പരമായിട്ടുള്ള കുറച്ച് അഡ്വഞ്ചർ, കുറച്ച് ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൽ വന്നിട്ട് കല്ലടിച്ചിട്ട് ഹെഡ്ലൈറ്റ് പൊട്ടുക, അതുപോലെ തന്നെ റേഡിയേറ്ററിന് ഡാമേജ് സംഭവിക്കുക, അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ എന്തിനാണ് സ്റ്റാൻഡിൽ ഹിമാലയ വെച്ച് നിൽക്കൂല. ഇപ്പൊ ഇതിപ്പോ എത്ര ആവും, റേറ്റ് എത്ര ആവും? ഇത് 2,900 വരുന്നത്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ല? അതിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് ടോട്ടൽ ആയിട്ട് വരുന്നത് 2,900 സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ അതിൽ ബഡ്ജറ്റ് ഏതെങ്കിലും സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ബഡ്ജറ്റ് വരും. ഇതിപ്പോ കിറ്റാണ് കേട്ടോ, നമ്മൾ കയറ്റിയിട്ട് കാണിക്കുക. 2,900 ആണ്. അവൻ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്നവർക്ക് നമ്മുടെ പേര് പറഞ്ഞാൽ മതി, ആവശ്യത്തിന് ഡിസ്കൗണ്ട് ഒക്കെ തരും. ഓക്കെ, നീ അപ്പൊ കിറ്റ് ഇടും. ഇതാണ് കേട്ടോ നമ്മുടെ ഫസീറിന്റെ ഷോപ്പിലെ മാനേജർ വിത്ത് ഓൾ ഇൻ ഓൾ. പേരെന്ന് പറഞ്ഞാ ഫർഹാൻ കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഇവനാണ്. പിന്നെ ഫസീർ ഇല്ലെങ്കിൽ പോലും ഇവന്റെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അവ അറിയാതെ കുറച്ച് കൂടുതൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം കേട്ടോ. അവനാണ് കേട്ടോ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇത് നമ്മുടെ ഫസീറിന്റെ ഫ്രണ്ടാണ്. പേര് പറയടാ, നാസിഫ്. ഇവിടെ എപ്പോഴും ഒരു 6-7 പയ്യന്മാര് കാണും കേട്ടോ. അവന്റെ കൈയാളുകളാണ് മൊത്തം. സാധനം എടുത്തിട്ട് വാ, ഓടിയോ. ഇത് നമ്മുടെ സൈഡ് സ്റ്റാൻഡിന്റെ സെറ്റ്. സ്ലീറ്റ് ബോയും റെയിൻബോ 360 വണ്ടി ഇന്ന് പണി ചെയ്യുകയാണ്. ഓ ഗായ്സ്, എന്റെ വണ്ടിയുടെ എവന്റെയും പണിയാണ്. ഞാൻ ഇപ്പൊ കോംബോ കിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കുറെ സാധനം പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവ സെറ്റ് ചെയ്യാൻ നേരത്തെ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി സെറ്റ് ചെയ്തിട്ട് അവന്റെ വണ്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വരുന്ന ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കവറിൽ ഇത് നോക്കിയേ, ഇതുണ്ടോ, ഒരു സേഫ്റ്റിയോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കല്ലടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം റേഡിയേറ്റർ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ ഇത് പക്കയായിട്ട് പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് കേട്ടോ നമ്മുടെ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും. അപ്പോൾ അത് ഒഴിവാക്കി പുതിയ ഗ്രില്ല് വെച്ചാണ് കേട്ടോ. പുതിയ ഗ്രില്ല് കയറ്റിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആ സൈഡത്തെ ലുക്ക് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതേ കളർ തന്നെ, ഏകദേശം ഒരേ കളർ തന്നെ അല്ലേടാ. അപ്പോൾ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഫസ്റ്റ് പീസ് നമ്മുടെ റേഡിയേറ്റർ ഗ്രില്ല് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താണ് ബലമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈഡ് സ്റ്റാൻഡാണ് കേട്ടോ. സൈഡ് സ്റ്റാൻഡിൻ്റെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് പോകുമ്പോഴത്തേന് ഈ സാധനത്തിൻ്റെ അടിയിൽ നമ്മൾ കല്ല് കയറ്റി വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഭാഗമായിട്ട് ഇതിൻ്റെ വെയിറ്റ് കാരണം ഈ സാധനം താന്നങ്ങ് പോകും. ഒന്നാമതേ ഈ സ്റ്റാൻഡ് മെനക്കെട്ട സ്റ്റാൻഡാണ്. കാരണം വെച്ചാൽ ലെവലുള്ള പ്രതലത്തിൽ പോലും വെക്കാൻ പറ്റില്ല. കുറച്ച് ഈ ചരിവുണ്ടെങ്കിൽ മാത്രമേ സൈഡ് സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ.
അതും കുറച്ച് കൂടുതൽ എരിവാണെങ്കിൽ ഇത് പൊതഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഗുണമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഇവൻ പറയുന്നത്. എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ബാക്കി പറയാം കേട്ടോ. കറങ്ങുന്നുണ്ടോ അടിയുന്നത്? ഒന്ന് പിടിച്ചേ, അപ്പോൾ മച്ചാമാരെ ഇതാണ് കേട്ടോ നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഐറ്റം. ഇത് ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ 3 ലെയറാണ് കേട്ടോ വരുന്നത്. 1 2 3. അപ്പോൾ ഇത് 3 തമ്മിൽ ഒരു ലോക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അടിയിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. 3ാമത് വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലാണ് കേട്ടോ. നമ്മുടെ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൽ വന്നിട്ട് കല്ലോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് ഹെഡ്ലൈറ്റ് ഡാമേജ് ആവാതിരിക്കാനുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാമേ. അതിൽ തന്നെ 4 വാഷർ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ 4 ഹോളിലും ഈ ഒരു വാഷർ ഇടിച്ച് കയറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അപ്പോൾ 4 വാഷറും കയറ്റി കഴിഞ്ഞാൽ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ആ 4 വാഷർ കയറ്റുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഹിമാലയനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൂരെന്ന് ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ട് പോക്ക് നടക്കത്തില്ല അല്ലേ വസീറേ? അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനെ വിളിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സാധനം അയച്ചു തരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. വലിയ പാട് പിടിച്ച പണിയൊന്നുമില്ല അല്ലേടാ, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. ചവര. അപ്പം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലിൻ്റെ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് 2 ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയാണ് ഇത് പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസറിൻ്റെ 2 സ്ക്രൂ അടിക്കുക, ഈ 2 സാധനം ഇതിനകത്തേക്ക് കയറ്റി ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിൽ 2 സ്ക്രൂ അടിക്കുക, ഈ ഒരു ഭാഗം അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പം ഇത് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അപ്പം ഇത് ഓടിക്കുന്ന ടൈമിൽ ഞാൻ പറയാൻ കേട്ടോ, കാരണം വെച്ചാൽ വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കരച്ചിലും പടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇതും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് മെയിനായിട്ട് ലുക്കിനെക്കാട്ടി പർപ്പസ് ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിൽ പോകുന്ന സമയത്തൊക്കെ ഒരു കല്ല് വന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പോലീസ് ജീപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഗ്രില്ലിട്ടേക്കുന്നില്ല, ആരെങ്കിലൊക്കെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടായിരിക്കും, അതുപോലൊരു സംഭവം. അപ്പം ആ ഒരു സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചവര. ഇപ്പം അടുത്തത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റിക്കറൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന സാധനം, അതിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊട്ടക്ഷനിലുപരി ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടോ, ഹിമാലയൻ എന്നുള്ളൊരു പഞ്ചിങ്, മണ്ടിയിലൊരു 6 എന്നുള്ളൊരു പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 6ൻ്റെ ആ ഒരു എംബ്ലോക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് പണി കിട്ടും. ഇതൊരു ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 1ാമത്തെ പീസ്, ഇത് 1ാമത്തെ പീസ്, ഇത് 2ാമത്തെ പീസ്, ഇതൊന്ന് 3ാമത്തെ പീസ്, 4ാമത്തെ പീസ് വന്നിട്ട് നമ്മുടെ വലിയൊരു പീസ്, ഇതൊരു 4ാമത്തെ പീസ്, നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് 5ാമത്തെ പീസ്. ഓ മാൻ, ഇനിയുണ്ട്, ഇനി ഒരു പീസ് കൂടെ അല്ലേ? ഓയിൽ ക്യാപ്പ് ഇവിടെ താഴത്തെ. ഇതൊന്ന് 6ാമത്തെ പീസ്, പിന്നെ ഒരു ഓയിൽ ക്യാപ്പ് വന്നിട്ട് 7 പീസ്. ടോട്ടൽ 7 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചവറ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വലിയൊരു ക്രാഷ് കാർഡ് ആയതുകൊണ്ട് ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ക്രാഷ് കാർഡ് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് കാർഡ് ഈ ടൈപ്പ് ആണെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ തട്ടിയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നോക്കാം. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. തിരിച്ച് ഇത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളിവിടെ പതച്ച അങ്കാളിയായിരിക്കുകയാണ് ഗൈസ്. മോശമാരെ. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഡിസ്റ്റയുടെ ബാക്കിൽ വെക്കുന്ന ഒരു സാധനം ആരും തോന്നുന്നു. എന്തായാലും അത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ വൈസറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. എന്താവുമോ എന്തോ, ആരെങ്കിലൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം ഇപ്പം ഇങ്ങനെയാണ് വണ്ടിയുടെ ലുക്ക്. ചിലപ്പോൾ അത് നമുക്ക് അയച്ചേക്കണമെങ്കിൽ അയച്ചേക്കാം. അപ്പം എന്തായാലും തൽക്കാലം അത് ഇരിക്കട്ടെ. ഇതുണ്ട് ചവര. അപ്പം ബാക്ക് റെസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് റെസ്റ്റാണ്. പിന്നീട് ചാർജറ് കാര്യങ്ങൾ, പിന്നീട് 2 ഫോഗ് ലാമ്പ്, മൊത്തത്തിൽ ഒരു ജഗപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകണം കേട്ടോ. റൈഡേഴ്സ് ലോഞ്ചിൻ്റെ സ്റ്റിക്കർ ഇവിടെ ഒതുക്കിയൊക്കെ ഒട്ടിക്കണേടാ. ഇല്ല, ഞാൻ വലിച്ചൊട്ടിക്കും. ഇവിടെ എങ്ങനെ ഒട്ടിച്ചോ? ഛത്ര കയറ്റി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ബാക്കി ടയറില്ല. ലിക്ക് മോളിയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ.
ലിക്കുമോളിയുടെ ഏജന്റ് ആണോ? ആ മേലോട്ട് കയറ്റിയാ തീർത്തൊട്ടിക്ക് ഓവർ. അപ്പൊ ലിക്കുമോളിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് നമുക്ക് ലിക്കുമോളിയുടെ ഒരു ചെയിൻ ലീവ് ഫ്രീ ആയിട്ട് മാനേജ് തരുന്നതായിരിക്കും. സൈഡ് സ്റ്റാൻഡിൽ വെച്ചേക്കുന്നുണ്ടോ? അപ്പം നേരത്തെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ കോൺഫിഡൻസ് കുറച്ചും കൂടെ അതിനെക്കാട്ടി കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഷോപ്പ് അവിടെ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ചെയിൻ നല്ല ലൂസാണ് കേട്ടോ. ലൂസ് എന്ന് പറഞ്ഞാൽ കട്ട ലൂസാണ്. ഇനിയിപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ലൂവ് ചെയ്യണം. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് തന്നെ ഷോപ്പുണ്ട്. ഇവിടെ അപ്പോൾ ഇവിടുന്ന് ചെയിൻ ടൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അടുത്ത് തരുന്ന ബെല്ലൈക്കനോട് ചവിട്ടി പിടിച്ച് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും വെച്ചാൽ സൈൻ ഓഫ്. ബൈ ബൈ. റൈഡർ സ്ലീറ്റ്. ബൈ.